96.7 FM. You're tuned into Hit on Request with Donna on Hit 96.7 FM. നമ്മുടെ ഇന്റർനാഷണൽ വിമൻസ് ഡേ പ്രമാണിച്ച് ഇന്ന് ഹിറ്റ് ഓൺ റിക്വസ്റ്റിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തി വിത്ത് ഏജ് നോക്കുകയാണെങ്കിൽ ഷീ ഈസ് നോട്ട് വെരി വെരി സീനിയർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ല, ബട്ട് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് വിത്ത് ഓൾ ദി തിങ്സ് ദറ്റ് ഷീ ഈസ് ഡൺ, ഐ തിങ്ക് ഷീ ഈസ് സംബഡി ഹു ഹാസ് ടു ബി ടേക്കൻ ഓൺ എയർ ബിക്കോസ് ഐ ലവ് ദ സ്റ്റോറീസ് ദറ്റ് ഷീ ഷെയർഡ്. സന ഖാദറിനെയാണ് ഞാനിവിടെ ഓൺ എയർ കൊണ്ടുവന്നിരിക്കുന്നത്. ഗുഡ് ഈവനിങ് സന. Good evening. Sana, so happy Women's Day to you. Same to you, darling. സോ സനയെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഓണറെ കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഇസ് ബിക്കോസ് ഐ മൈസെൽഫ് തന്നെ സനയുടെ ഈ ഒരു ആക്ടിവിറ്റി കണ്ട് എനിക്ക് തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ വന്നൊരു വ്യക്തിയാണ് കേട്ടോ സന. സോ മൈ പ്ലഷർ. സോ ഐ ആക്ച്വലി വാണ്ട് യു ടു ഷെയർ യുവർ സ്റ്റോറി. കാരണം ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ദേ ഷുഡ് ബി ആക്ച്വലി ഇൻസ്പയർഡ് ബൈ സംബഡി ഓഫ് ദിയർ ഏജ് ഓൾസോ അല്ലെ. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വിമൻസ് ഡേക്ക് നമുക്ക് ഒത്തിരി സീനിയർ ആയിട്ടുള്ള വെരി പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും പേഴ്സണാലിറ്റീസും ഒക്കെ അവരുടെ സ്റ്റോറീസ് പറയുന്നുണ്ട്. ബട്ട് നമ്മളെ പോലെ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി ദേ ഹാവ് എ സ്റ്റോറി ടു ബി ഇൻസ്പയർഡ് എന്നുള്ളത് കേൾക്കുമ്പോൾ അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ വെൽക്കം ടു ഹിറ്റ് ഓൺ റിക്വസ്റ്റ്. മൈ പ്ലഷർ. സോ സന ടെൽ മീ, സന ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 22-year-old ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ് ഫ്രം കോഴിക്കോട്. ഓക്കെ. സോ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വാട്സപ്പും വീഡിയോ കോളിനും ഒക്കെ ടെക്നോളജി ഏജ് ആയതുകൊണ്ട് എവ്രി വൺ ഇസ് ഇൻ ടു ദിയർ ഫോൺസ്. എല്ലാവരും ശരിക്കും പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഈ പറയുന്ന പല സംഭവങ്ങളായിട്ട് അഡിക്റ്റഡ് ആണ്. ബട്ട് ദർ ഇസ് വൺ പേഴ്സൺ ഇതുപോലെ കത്തെഴുതി, അതായത് അറിയാൻ മേലാത്ത ആൾക്കാർക്ക് കത്തെഴുതി ഈ ജീവിതത്തിൽ ഇതുപോലെ ഇതുവരെ മീറ്റ് ചെയ്യാത്ത പല ആൾക്കാരെയും ആയിട്ട് സംസാരിച്ചും ആക്ച്വലി മീറ്റിംഗിനെക്കാട്ടിലും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ത്രൂ letters നമ്മുടെ സന ഖാദർ. Now I have 53 friends around the globe. 32 different countries-ൽ നിന്നും almost ഒരു 53 pen pals ആണ് നമ്മുടെ സന ഖാദറിനുള്ളത്. Yes. Okay. So first question to you, how did you start this pen paling? The idea വന്നത് is like pen paling ആൾക്കാരെ കൾച്ചർ മനസ്സിലാക്കാൻ എനിക്ക് ആഗ്രഹം വന്നത് ബാക്ക് ഇൻ 2015. എല്ലാരെയും അടുത്തറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. നമ്മളെ നാട്ടിലെ ആൾക്കാരെ മാത്രമല്ല പുറത്ത് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ 2015 ഫസ്റ്റ് ലെറ്റർ എഴുതിയത്. അത് വാസ് ഫോർ മിങ്കെ. ഹെർ നെയിം ഇസ് മിങ്കെ. ഷീ ഈസ് ഫ്രം നെതർലാൻഡ്. ഇപ്പോഴും എന്റെ ഫ്രണ്ടാണ്. ഓരോ മന്തിലും ഞങ്ങൾ ലെറ്റർ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഷീ വാസ് മൈ ഫസ്റ്റ് ഫ്രണ്ട്. പിന്നെ അത് സ്റ്റാർട്ടായി ഇപ്പോഴും ആൾക്കാർ കൂടാണ് ലിസ്റ്റില്. ഫാമിലിയിൽ ആരെങ്കിലും ആണോ സനനെ ഇൻസ്പയർ ചെയ്തത്? വാസ് ഇറ്റ് സംബഡി ഇൻസൈഡ് ദ ഫാമിലി തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നോ, അതോ യു ജസ്റ്റ് സഡൻലി ഔട്ട് ഓഫ് ദ ബ്ലൂ ഇങ്ങനെ ഒന്ന് കത്തെഴുതി നോക്കാം എന്നുള്ള തീരുമാനമായിരുന്നോ? എന്തായിരുന്നു ഇൻസ്പയറേഷൻ? പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ മൈ ഫാദർ ഇസ് ഓൺ ടു റൈറ്റിംഗ്, റീഡിംഗ് ഒക്കെ. പപ്പാക്ക് ലെറ്റർ, റീഡിംഗ്, ഒരുപാട് പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൺ ടു പേഴ്സൺ ആണ്. സോ പപ്പ, ഞാൻ ആദ്യം എന്തുണ്ടെങ്കിലും എന്റെ പപ്പാന്റെ അടുത്താ ചോദിക്കുക. ഹിസ് നോട്ട് വെൽ റൈറ്റ് നൗ, ഹിസ് ഹോസ്പിറ്റലൈസ്ഡ്, സോ ഐ മിസ് ഹിം. ബട്ട് ഐ മസ്റ്റ് സേ ദിസ്, പപ്പാന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ലെറ്റർ എഴുതിയതും പണ്ട് മുതലേ ഉമ്മാക്ക് റൊമാൻസ് ലെറ്റർ എഴുതിയതൊക്കെ ഇപ്പോഴും കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. സോ കത്തിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ മൈറ്റ് ബി ഹിം. ഡെഫിനറ്റ്ലി. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വിതിൻ ദ ഫാമിലി തന്നെയാണ് ഇത് തുടങ്ങിയത് അല്ലേ? വണ്ടർഫുൾ. സോ ഇപ്പം ഇത്രയും പേർക്ക് 53 പെൻ പാൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു പെൻ പാലുമായിട്ട് പോയി ഡിഡ് യു എവർ ഹാവ് ഒരു ഇമോഷണൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫിൻലാൻഡിൽ. ഞാൻ നെയിം മെൻഷൻ ചെയ്യുന്നില്ല. അഗെയിൻ മുഖത്തി ആദ്യം പറഞ്ഞിരുന്നു സുഖയില്ലാത്തൊരു വ്യക്തിയാണ്, ഇപ്പോഴാ ഡയഗ്നോസിസിന് പോകേണ്ടതെന്ന് അറിയില്ല, ദിസ് ഇസ് മൈ ഫസ്റ്റ് ലെറ്റർ. അങ്ങനെ ആദ്യത്തെ ലെറ്റർ അയച്ചു, ഞാൻ റിപ്ലൈ ചെയ്തു. അഗെയിൻ ഒരു ലെറ്റർ അയച്ചു, സന നീ എന്റെ റിപ്ലൈ വെയിറ്റ് ചെയ്യണ്ട, അസുഖം കൂടാതെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷെ റിപ്ലൈ ചെയ്തു, പക്ഷെ എനിക്ക് ഒരു റിപ്ലൈയും ബാക്ക് ചെയ്ത് വന്നിട്ടില്ല. പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ഞാൻ ഒന്നും അപ്ഡേഷൻ ഇല്ല, മെസ്സേജ് അയച്ച സീനല്ല. സോ ദാറ്റ്സ് എ ബിറ്റ് പെയിൻഫുൾ. ആ ഒരു മെമ്മറി സ്റ്റിൽ ഇൻ മൈ മൈൻഡ്. Absolutely. I can only imagine. കാണാത്തൊരു വ്യക്തിയാണല്ലേ? ഇതുവരെ കണ്ടിട്ടില്ല. ഇതില് ശരിക്കും പറയണെങ്കിൽ ബാക്കി പെൻപാൽസിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? ബാക്കി പെൻപാൽസിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു കോഴിക്കോട് വെച്ചിട്ട്. ഇതുപോലെ ഷീ ഫ്രം ജിംബാബ്വെ. ഐ ടോൾഡ് ഹർ മൈ സ്റ്റോറി ആൻഡ് ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ടു മീ. അപ്പൊ കണ്ടിട്ട് ഞാൻ റൈറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അതും ഈ കാണാത്തവരും തമ്മിലുള്ള റൈറ്റിംഗിലും സ്റ്റോറി എക്സ്ചേഞ്ചിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കാണാണ്ട് എഴുതുമ്പോഴാണ് കൂടുതൽ രസം. ലൈക്ക് എന്താണ്, ലൈക്ക് അവർക്കത് ലെറ്റർ കിട്ടുമ്പോൾ സുഖം. No, it's beyond explanation. ഞാൻ എന്താ പറയാ, ക്യൂരിയസ് ആയിരിക്കും അല്ലേ? I mean, you would have been so curious. ഭയങ്കര ക്യൂരിയസ് ആണ്. Exactly. സന ഇപ്പൊ പെൻ പാലിംഗ് അല്ലാതെ തന്നെ you're also doing your engineering.
അല്ലെ? ഹൗ ആർ യു മാനേജിങ് ഇതൊക്കെ? എങ്ങനെ എവിടെയൊക്കെ സമയം കിട്ടുന്ന ഒരു കത്ത് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആർക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ലൈഫിൽ നോക്കുകയാണെങ്കിൽ നോബഡി ഹാസ് എ ടൈം ഫോർ എനിത്തിങ് അല്ലെ? എല്ലാവരും എല്ലാത്തിനുള്ള ഓട്ടമാണ്. അതിനിടയിൽ വേണമെങ്കിൽ ഒരു ഇത്രയും മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യും. പക്ഷേ വേർ യു ഗെറ്റ് ദ ടൈം ടു റൈറ്റ് ലെറ്റേഴ്സ്? എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് കത്തുകൾ എഴുതാറുള്ളത്? കത്തുകൾ ഞാൻ ശനി ഞായറും വീട്ടിൽ പോയാലും ചെയ്യാം. സ്റ്റേ ഇൻ ഹോസ്റ്റൽ MBS കോളേജ് കുറ്റിപ്പുറം. സോ വീക്കെൻഡിൽ ട്രാവൽ ചെയ്യും. എന്റെ വീട് അറൌണ്ട് 100 kilometers away from college. സോ വീക്കെൻഡ്സിലാണ് പോവാ. വീക്കെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓൺ ടു ക്രാഫ്റ്റ്